എങ്ങനായാലും ധർമ്മവും സത്യവും നീതിയുമായിട്ട് പ്രവർത്തിക്കുന്ന ആര് എങ്ങനെയൊക്കെ ഈ സംസ്ഥാന സർക്കാർക്ക് ദ്രോഹിക്കാവോ അത്തരത്തിലൊരു ദ്രോഹ നടപടികളാണ് ഇവിടെ വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നത്. ഈ വീട് വെച്ചിരിക്കുന്ന ആ വീട്ടിൻ്റെ മുമ്പിൽ അവർ മതിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ മതിൽ ആ വസ്തുവിന് അകത്തോട്ട് വെച്ചാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവിടുത്തെ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ഈ റോഡ് കയ്യേറി മതിൽ കെട്ടിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ 4 പഞ്ചായത്തിലും പോയി പരാതികൾ കൊടുക്കുകയാണ്. ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ വീട് വെക്കാൻ വേണ്ടി അല്പം ടൈൽസ് ഇറക്കാൻ വന്നപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് അവർ തുറന്നു പറയുകയും അവർ സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അവരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമെന്ന് ആലോചിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള CIT-കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇവർ നേതാക്കന്മാരും. കൊല്ലം തച്ചോണം എന്ന പ്രദേശത്ത് കടക്കൽ കൊല്ലം ജില്ലയുടെ അവസാന ഭാഗമാണ്. ഈ റോഡിൻ്റെ ഇപ്പുറം കൊല്ലം ജില്ലയും ഇപ്പുറ സൈഡ് തിരുവനന്തപുരം ജില്ലയാണ്. ഏതാണ്ട് 4ഓളം പഞ്ചായത്ത് സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്താണ് ഒരു വീട് വയ്ക്കാൻ നേരത്ത് വീട്ടമ്മയ്ക്ക് സാധനം സ്വന്തമായിട്ട് ലോഡിംഗ് തൊഴിലാളി CIT യൂണിയൻ തൊഴിലാളികളുടെ ശല്യം കാരണം സ്വന്തമായിട്ട് രാത്രിയിൽ സാധനങ്ങൾ ഇറക്കി വരേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അവരത് ഇറക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എങ്ങനായാലും ധർമ്മവും സത്യവും നീതിയുമായിട്ട് പ്രവർത്തിക്കുന്ന ആര് എങ്ങനെയൊക്കെ ഈ സംസ്ഥാന സർക്കാർക്ക് ദ്രോഹിക്കാവോ അത്തരത്തിലൊരു ദ്രോഹ നടപടികളാണ് ഇവിടെ വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നത്. ഈ വീട് വെച്ചിരിക്കുന്ന ആ വീട്ടിൻ്റെ മുമ്പിൽ അവർ മതിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ മതിൽ ആ വസ്തുവിന് അകത്തോട്ട് വെച്ചാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവിടുത്തെ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ഈ റോഡ് കയ്യേറി മതിൽ കെട്ടിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ 4 പഞ്ചായത്തിലും പോയി പരാതികൾ കൊടുക്കുകയാണ്. ആ പരാതിയുമായിട്ട് ഇവിടെ വന്ന് വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ നിങ്ങൾ അകത്തോട്ട് വെച്ചിട്ടാണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത്? അതെ, ഞങ്ങളെ വസ്തുവിൽ നിന്നും 1.5 അടി അകത്തോട്ട് വെച്ചാണ് ഞങ്ങൾ മതിൽ കെട്ടിയത്. ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരോപണം ഇവിടുത്തെ മെമ്പർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരോപണം എന്ന് പറയുന്നത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരു സഖാവ് പറഞ്ഞത് 8.5 മീറ്റർ ഉണ്ടായിരുന്ന റോഡാണ്. 8-9 മീറ്റർ ഉണ്ടായിരുന്ന പഞ്ചായത്ത് 8.5 മീറ്റർ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അത്രയ്ക്കുള്ള പുള്ളിയുടെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലായല്ലോ. റോഡിന് 8.5 മീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ കയ്യേറി മതിൽ കെട്ടിയെന്ന്. എന്നിട്ട് ഇവിടെ പരാതി കൊടുത്തപ്പോൾ 5.5 മീറ്ററാണ് ആസ്തി രജിസ്റ്ററിനകത്തുള്ള ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് AEയും ഓവർസിയറും ഈ പാങ്ങോട് പഞ്ചായത്തിലെ ഇവിടുത്തെ വാർഡ് മെമ്പർ മുജീബും കൂടി വന്ന് അളന്ന് നോക്കിയപ്പോൾ 6.5 മീറ്റർ 6.20 ഒക്കെ ഉണ്ട്. സംശയമുണ്ടെങ്കിൽ ഇപ്പം തന്നെ മേശിരി പിടിച്ചു അളന്ന് നോക്ക്. കല്ലിൻ്റെ ഇപ്പൊ എത്ര മൊത്തം? ഇപ്പോൾ 5.5-6 മീറ്ററോളം ഉണ്ടല്ലേ? 6.5 മീറ്റർ ഉണ്ട്. 6.5-യും 6.20 ഉണ്ട്. പിന്നീട് അവർ ശല്യം ചെയ്തുകൊണ്ട് വരുന്നുണ്ടോ? ഇല്ല, അവർക്കിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇവിടെയൊക്കെ ഒരുവിധം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ പുറത്തിരുന്ന് മദ്യപിക്കുന്നൊന്നുമില്ല. 2 ദിവസമുണ്ട്. ആ ജംഗ്ഷനൊക്കെ ഒന്ന് ക്ലീനാണ്. അല്ല, ഇപ്പോൾ ഇവിടെ IAS-കാർക്കും IPS-കാരും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വിളിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടായത് ഉന്തും തള്ളും വരെ വീട്ടിൻ്റെ മുറ്റത്തായവർ പലരും ഉന്നത ഉദ്യോഗസ്ഥരായവരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലിയൊക്കെ ഉള്ള ആൾക്കാരും നമ്മുടെ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോഴാണ് നല്ല നല്ല നിലയിൽ ജോലിയുള്ള നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞങ്ങളും ഇതുപോലെ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവരൊക്കെ വാടക വീട് ഷിഫ്റ്റ് ചെയ്ത് ജോലി ട്രാൻസ്ഫറായി പോകുന്നതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് പോകുമല്ലോ. അങ്ങനെ പോയ സമയത്തും ഇതുപോലെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നത് മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. പിന്നെ ഒരു കൂട്ടം ആൾക്കാരങ്ങ് ചെല്ലുകയാണ്. ഇതുപോലെ തന്നെ അവരും പറയുന്ന ഒരു 10-30 പേര്. ഇവരെവിടെ നിന്നാണ് ഇങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. അതിനകത്ത് കാർഡുള്ളവരും കാർഡുള്ളവരൊന്നും കാണത്തില്ല. അതിനകത്ത് ലൈസൻസ് ഒന്നും ഇല്ലാത്തവർ ചിലർക്കൊക്കെ അല്ലേ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. വേറെ സമൂഹത്തിൽ നിന്നൊക്കെ നല്ല പിന്തുണയാണ് കിട്ടിയത്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഉള്ളവർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനസ്സിലായി. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും ആരും കണ്ടില്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരുടെ ഇതുണ്ട് ഈ നാട്ടിലുള്ള എല്ലായിടത്തും. അതിനുശേഷം വലിയ ഭയപ്പാടോ യാത്ര ചെയ്യുന്നതിനോ പോകുന്നതിനോ വല്ല ഭയപ്പാട് വല്ലതും ഉണ്ടോ? അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഞങ്ങൾക്കില്ല. അല്ല, അത് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ളൊരു ശക്തിയാണോ? ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ അറിയാം. IPS ഓഫീസറായ ജേക്കബ് തോമസിനായാലും IAS ഓഫീസറായ പ്രശാന്തിനായാലും അതേ കണക്ക് ഡോക്ടറായ ഹാരിസിനായാലും അതേപോലെ തന്നെ നവീൻ ബാബുവിനായാലും ആർക്കായാലും സർക്കാർ സംവിധാനങ്ങളിൽ പോലും ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥരിരിക്കുന്നവർക്കും സത്യവും ധർമ്മവും നീതി ഉയർത്തിപ്പിടിക്കുന്നവർക്കെല്ലാം പീഡനങ്ങളും അവജ്ഞയോടെയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെയാണ് ഒരു സാധാരണക്കാരൻ
സാധാരണക്കാരിയായ വീട്ടമ്മ വീട് വെക്കാൻ വേണ്ടി അല്പം ടൈൽസ് ഇറക്കാൻ വന്നപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് അവർ തുറന്നു പറയുകയും അവർ സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അവരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമെന്ന് ആലോചിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള CIT-ക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇവർ നേതാക്കന്മാരും റോഡ് അളക്കുന്നു. ഇനി അടുത്ത ഭയപ്പാടെന്ന് പറഞ്ഞാൽ ഈ വീട്ടിനകത്ത് ഇനി വല്ല പുരാവസ്തുക്കളായിട്ടുള്ള എന്തെങ്കിലും നിധി ഉണ്ടെന്ന് പറഞ്ഞ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് കൂടി അവർക്കുണ്ട്. അങ്ങനെയെങ്കിലും വീടിൻ്റെ നിർമ്മാണവും നിർത്തിവെക്കുകയോ ഇവർക്ക് താമസിക്കാതിരിക്കാൻ ഏതൊക്കെ തരത്തിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോകുമെന്നുള്ള ഭയപ്പാടുകൾ ഓരോ മനുഷ്യർക്കുമുണ്ട്.